വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ കോസ്റ്റ് ഗാർഡും അതുപോലെ ഇന്ത്യൻ നേവിയും സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ മിസ്റ്റർ അതുബുള്ളയ്ക്ക് ഒരു പരിമിതി ഉള്ളത് അദ്ദേഹത്തിന് ഔദ്യോഗികമായി തീരുമാനമെടുക്കാതെ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാൻ മാധ്യമങ്ങളോട് പറയാനും ഒക്കെ കഴിയില്ല. പറയൂ. ജാഗ്രതാ നിർദ്ദേശം എല്ലാ ഇടങ്ങളിലും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും അതോടൊപ്പം കോസ്റ്റൽ പോലീസും സഹകരിച്ചാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തീരദേശ മേഖലകളിലുള്ള ആളുകൾക്ക് നൽകിയിട്ടുള്ളത്. ഈ കണ്ടെയ്നറുകളുടെ ഒരു വേഗത എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. രാവിലെ അത് 1 നോട്ടിക്കൽ മൈൽ കിലോമീറ്റർ സ്പീഡിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പോൾ ടൈഡിൻ്റെയൊക്കെ ഒരു കാലാവസ്ഥയൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സ്പീഡ് ഒരുപക്ഷെ കൂടാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ തീരദേശങ്ങളിലേക്ക് ഈ കണ്ടെയ്നർ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ ആലപ്പുഴ അതോടൊപ്പം കൊച്ചി തീരദേശത്തുള്ള ആളുകളോടാണ് കൂടുതൽ ജാഗ്രത പുലർത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ മേഖലകളിലേക്ക് ഇത് ആദ്യം എത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ 9 കണ്ടെയ്നറുകൾ ഇന്നലെ തന്നെ അവിടെ മറിഞ്ഞു വീണിരുന്നു. ആ കണ്ടെയ്നറുകളായിരിക്കും ആദ്യം തീരദേശത്തേക്ക് എത്തുക. ഇപ്പോൾ ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെയ്നറുകളുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. അത് ആ കമ്പനി തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത്. പക്ഷേ അതിനകത്ത് എന്താണെന്ന് പോലും ഇപ്പോഴും വ്യക്തമാക്കാൻ ആ കമ്പനിക്ക് സാധിച്ചിട്ടില്ല. ഇന്നലെ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്കും അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കൃത്യമായ മറുപടി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കാത്തതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി. ആ വസ്തുക്കൾ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സൾഫർ കണ്ടന്റ് ഉള്ള വസ്തുക്കളൊക്കെ ആണ് എങ്കിലാണ് ആശങ്ക കൂടുതലായി വരിക. ആ ആശങ്ക ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കപ്പൽ പൂർണ്ണമായും മുങ്ങി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാ ശ്രമങ്ങളും വിഫലമായിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കപ്പൽ പൂർണ്ണമായും മുങ്ങിയിട്ടുള്ളത്. ഇന്ന് രാവിലെ നമുക്ക് നേവിയിൽ നിന്ന് ലഭിച്ച അപ്ഡേറ്റ് അനുസരിച്ച് ഇത്തരത്തിൽ ഒരു മെർച്ചന്റ് ഷിപ്പിനെ അവിടെ നിന്ന് എത്തിച്ച് അത് ടഗ് ബോട്ട് വഴി ഈ കപ്പലിനെ വലിച്ച് കരക്കെത്തിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകുമെന്നാണ് രാവിലെ നമുക്ക് ലഭിച്ച അപ്ഡേറ്റ്. പക്ഷേ പിന്നീട് സിറ്റുവേഷൻ മാറുകയായിരുന്നു. അതിശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ പ്രക്ഷുബ്ധമായ കടലുമായി മാറി. അങ്ങനെയാണ് കപ്പലിലുണ്ടായിരുന്ന 3 പേർ, ഈ ക്യാപ്റ്റൻ അടക്കമുള്ള 3 പേർ അവിടെ ഈ കപ്പൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതിനകത്ത് തുടർന്നിരുന്നു. അവരെ ഏറ്റവും അടിയന്തരമായി രക്ഷിക്കണമെന്ന തീരുമാനത്തിലേക്ക് INS സുജാതയുടെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനമെടുത്ത് അതിലുണ്ടായിരുന്ന സംഘം തീരുമാനമെടുത്ത് അവരെ അപ്പം തന്നെ ഒരു മണിക്കൂറിനകം തന്നെ അവരെ രക്ഷിച്ച് ഈ ഷിപ്പിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ആണ് ഈ കപ്പൽ പൂർണ്ണമായും മുങ്ങി തുടങ്ങിയത്. ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താനായി എന്നുള്ളതാണ് ഈ ഓപ്പറേഷന്റെ ഒരു പോസിറ്റീവ് സൈഡായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ കപ്പൽ പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട്. അതിനകത്തുണ്ടായിരുന്ന കാർഗോ അടക്കമുള്ള വസ്തുക്കളും കടലിലേക്ക് പതിച്ചിട്ടുണ്ട്. അതിനി എത്രത്തോളം ഡേഞ്ചറസ് ആയിരിക്കും എന്നുള്ളത് നേവിയും അതോടൊപ്പം കോസ്റ്റ് ഗാർഡും ഇപ്പോഴും എയർക്രാഫ്റ്റിന്റെ സഹായത്താൽ അവിടെ നിരീക്ഷണം തുടരുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ എപ്പോൾ ഏത് ദിശയിലേക്ക് ഈ വസ്തുക്കളൊക്കെ പോകും എന്ന് അറിയാൻ സാധിക്കും. എന്നാലും കപ്പൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു. ആ കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകളെ പൂർണ്ണമായും രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്.